സോ ഇറ്റ് വാസ് നെവർ അബൌട്ട് മൈലേജ് ബട്ട് അവർ മൈൻഡ് സെറ്റ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് പേഴ്സണലായിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറ്റിയാണ്. ഞാനൊരു 2 days ബാക്ക് എൻ്റെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. ആ വീഡിയോ ഇൻ കേസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് എനിക്ക് ഒരു ആവറേജ് കിട്ടിക്കുന്നത് മൈലേജ് ഒരു 35, 38, 41 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. ദ ലാസ്റ്റ് ടൈം ചെക്ക് ഇറ്റ് വാസ് ഒരു 1.5 വർഷം മുമ്പാണ്. അതിനുശേഷം പിന്നെ മൈലേജ് 2 ദിവസം മുമ്പാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയത് തന്നെ. അപ്പോൾ എനിക്ക് ഇവിടേക്കുള്ള ലോക്കൽ ഓടത്തിലാണ് ആ ഒരു മൈലേജ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഹൈവേയിൽ കയറി മൈലേജ് ടെസ്റ്റ് ചെയ്ത് ഒരു 44 അല്ലെങ്കിൽ 50 അടിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി ടാങ്ക് ടു ടാങ്ക് മെത്തേഡാണ് യൂസ് ചെയ്തത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ട് വന്നിട്ട് വീണ്ടും ഞാൻ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യും. അപ്പോൾ എനിക്ക് ഇത്ര ഡിസ്റ്റൻസ് ഓടാൻ വേണ്ടി എത്ര പെട്രോൾ അടിച്ചെന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ വണ്ടിയുടെ അക്യുറേറ്റുള്ള മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓടിയത് ഒരു 39 കിലോമീറ്റേഴ്സ്. അതിനെനിക്ക് യൂസ് ചെയ്ത പെട്രോൾ എന്ന് വെച്ചാൽ 1.45 ലിറ്റേഴ്സ് സംതിങ് ആണ്. അപ്പോൾ അത് വെച്ച് അവിടെ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്തെ എനിക്ക് മനസ്സിലായി വണ്ടിക്ക് മൈലേജ് കുറവാണ്. ഒരു 40 പോലും കിട്ടിയില്ല, 30 ബിലോ ആണെന്ന്. അപ്പോൾ പിന്നെ കാൽക്കുലേഷൻ കുറച്ച് തെറ്റി. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഒന്നേന്ന് കാൽക്കുലേറ്റൊക്കെ ചെയ്ത് ആ വീഡിയോ സെറ്റ് ആക്കിയത് തന്നെ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു മൈലേജ് എന്ന് വെച്ചാൽ 26 ആണ്. അപ്പോൾ തന്നെ ഏകദേശം മനസ്സൊക്കെ അങ്ങ് മടുത്തു. ആ 26 എന്ന് വെച്ചാൽ ഹൈവേയിൽ ഒരു 60 to 70 സ്പീഡിൽ 6 ഗിയർ മാറിപ്പോയപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഇവിടേക്ക് കിട്ടുന്ന ഒരു മൈലേജ് നിങ്ങൾക്ക് എന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. എനിക്കിടയ്ക്ക് വെച്ച് ഈ ഒരു RC 390 അതിൽ കുറച്ച് CC കൂടി വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പൈസ ഇല്ല എങ്കിലും ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ എന്നെ ബാക്കിലോട്ട് വലിച്ച ഘടകമെന്ന് വെച്ചാൽ മൈലേജ് ആയിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ആ ഒരു മൈലേജ് വെച്ചാണ് ഞാൻ എത്ര നാളെന്ന് അറിയാൻ വയ്യ ഇത്രയും നാൾ ഓടിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞാൻ ലോക്കൽ ഓട്ടത്തിൽ നടന്ന് അവിടെ ഇവിടെ പോകുന്ന എല്ലാം എൻ്റെ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു 50 കിലോമീറ്റർ അപ്പോഴത്തെ കാറ്ററിംഗ് വരെ എൻ്റെ വണ്ടി എണ്ണടിച്ച് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൽ പകുതി കൂടുതൽ പൈസയും വണ്ടിയിൽ തന്നെ പെട്രോൾ അടിച്ചെന്നാണ് അർത്ഥം. എൻ്റെ വണ്ടിയാണ് എവിടെ പോയാലും കൂട്ടി അടിച്ച് മൈലേജ് ഉള്ളെന്നൊരു വിശ്വാസത്തിലാണ് വണ്ടി ഓടുന്നതുകൊണ്ടാണ് അത് ഞാൻ ശ്രദ്ധിക്കാതെ പോയത്. പക്ഷേ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ വണ്ടി എടുക്കാനേ തോന്നുന്നില്ല. മൈലേജ് ചെറുതായിട്ട് ഒരു 2 കിലോമീറ്ററൊക്കെ ഡ്രോപ്പ് ഞാൻ വിചാരിച്ചായിരുന്നു. കാരണം എൻ്റെ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നാളായി, കാർബറേറ്ററും ക്ലീൻ ചെയ്യാറായിരുന്നു. പിന്നെ സർവീസ് ആയാലും ഒരു 2000 കിലോമീറ്ററുടെ കഴിയുമ്പോഴായിരുന്നു സർവീസ് ചെയ്യേണ്ടത്. ഞാൻ അതിന് 2 ദിവസം മുമ്പ് വിചാരിച്ചതേ ഉള്ളൂ ഇതിനിപ്പോൾ മൈലേജ് ഉണ്ട്, ഞാൻ ഇതിന് വേറൊരു ഹയർ CC RC 390 എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇതല്ലാതെ ഓടാമെന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനൊരു സത്യാവസ്ഥ മനസ്സിലായത്. കാരണം മൈലേജ് അല്ല ഒരു ഇഷ്യൂ, മൈൻഡ് സെറ്റാണ്. ഇത്ര മൈലേജുള്ള വണ്ടി ഞാൻ ഇത്ര നാൾ ഓടിയിട്ടും അതിനെപ്പറ്റി അറിഞ്ഞ പോലുമില്ല. എവിടെ പോയാലും ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. വേറെ വണ്ടിയിലൊന്നും ഞാൻ അങ്ങനെ പോവാറ് പോലും ഇല്ലായിരുന്നു. അപ്പത്തിന് എൻ്റെ കയ്യിൽ നിന്ന് പെട്രോൾ അടിക്കാൻ എത്ര ഫണ്ട് ഇറങ്ങി നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ മൈലേജ് അല്ല ഇഷ്യൂ, നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മൾ അറിയാതിരുന്ന എണ്ണ നമ്മൾ എത്ര വേണോ അടിച്ചുകൊണ്ടിരിക്കും, അറിഞ്ഞു കഴിഞ്ഞാൽ അടിക്കാൻ കുറച്ച് പാടുമായിരിക്കും. ഇപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ എനിക്ക് RC 390 എടുത്തു കഴിഞ്ഞാൽ എണ്ണയൊക്കെ അടിച്ച് കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം ആ ഒരു മൈലേജ് ഡ്രോപ്പ് എൻ്റെ ഭാഗത്ത് മുന്നേ സ്ഥിരമായിട്ട് അഫക്റ്റ് പോലും ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെയും ഈ വണ്ടിയും കൊണ്ടുപോയിട്ട് ആ മൈലേജ് ഡ്രോപ്പ് ആണെങ്കിൽ ഇതുവരെയും വഴിയിൽ പോലും ആയിട്ടില്ല. ഞാൻ ഒരു 35 കിലോമീറ്റർ ആവറേജ് ഇട്ടാണ് എണ്ണ എവിടെ പോലും അടിക്കാറുള്ളത്. എങ്കിലും 20 കേസ് 1 ലിറ്ററിന് ഒരു 9 കിലോമീറ്റർ പഠിപ്പിച്ച ഡ്രോപ്പ് പോലും ഞാൻ വഴിയിൽ ഇതുവരെ ആയിട്ടില്ല. പിന്നെ എൻ്റെ നിന്നൊക്കെ വണ്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ തന്നെ ഞാൻ അവന്മാർക്ക് 35 മൈലേജാണ് പറയാറുള്ളത്. അപ്പോൾ 110 അടുപ്പിച്ചടിച്ചാലേ 1 ലിറ്റർ കിട്ടൂ. എങ്കിലും 35 മൈലേജ് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ 35 കിലോമീറ്ററൊക്കെ ഓടിയിട്ട് 100 ആയിരിക്കും അടിക്കുന്നത്. അപ്പം തന്നെ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ അടിച്ചിട്ട് എണ്ണയിലായിരുന്നു അവന്മാരൊക്കെ ഓടിക്കൊണ്ടിരുന്നത് എന്നൊരു സത്യാവസ്ഥ എനിക്ക് ഇന്നാണ് മനസ്സിലായത്. എന്ത് ചെയ്യാനല്ലേ, അപ്പോൾ നമ്മളെ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര മൈലേജ് കുറവാണെങ്കിലും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ അടിക്കാനും ഓടിച്ച് നടക്കാനും പറ്റും. ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് മാത്രമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ബയോയിൽ തന്നെ എടുത്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. എന്തായാലും ഇത് അറിഞ്ഞതിന് ശേഷം ഈ ഒരു മൈലേജ് വെച്ചുകൊണ്ട് എനിക്ക് ഇനി ഓടാൻ പറ്റില്ല. ഞാൻ തൽക്കാലത്തേക്ക് ചെറിയൊരു ഓട്ടത്തിന് മാത്രമേ വണ്ടി എടുക്കുന്നുള്ളൂ. ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് പൈസയൊക്കെ അങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ കൊണ്ടുപോയി വണ്ടി ഫുള്ള് കഴിച്ച് സർവീസൊക്കെ ചെയ്തെടുത്ത് തന്നെ. ഇനി എന്തായാലും ഞാൻ ഫസ്റ്റായിട്ട് സ്പാർക്ക് പ്ലഗ് കഴിച്ച് ക്ലീൻ ചെയ്യണം, കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. വാക്യൂംസിനൊക്കെ ഞാൻ മാറിയതാണ്. എയർ ഫിൽറ്റർ ഞാൻ ഈ ഇടയ്ക്ക് ഒരു 2000 കിലോമീറ്റർ മുമ്പാണ് മാറിയത്. അതിനുശേഷം ഓയിൽ കുറച്ച് ഓടാണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് മാറിയാണ് ഫുള്ളി സിന്തറ്റിക്കാൻ അടിച്ചത്. 4000 ഓടിയിട്ട് ഫുള്ളി സിന്തറ്റിക്ക് മാറിക്കഴിഞ്ഞാൽ ഒട്ടും മുതലാവില്ല. പിന്നെ ഞാൻ ഇതിൽ ചെയിൻ ലൂബ് ഗിയർ ലൂബ് കൊണ്ടാണ് ഗിയർ ഓയിൽ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയിൻ ലൂബും ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചാനൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.